സഹോദരന്മാരെ, മുൻ മുഖ്യമന്ത്രി, ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ്, മുമ്പ് മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് സഖാവ് പിണറായി വിജയൻ സഖാവിന്റെ ഒരു പ്രസംഗം ഇല്ലേനാ? മുഖ്യമന്ത്രിയല്ലാത്ത പിണറായി വിജയനെ ഇന്ദ്രന്റെ ചന്ദ്രന് വരെ തടുക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞിട്ട്. അതേപോലെ ഇന്നലെ നിയമസഭയിൽ സഖാവ് തീപന്തമായി മാറിയത് കണ്ടോ നിങ്ങള്? അതൊക്കെ വല്ലാത്തൊരു പൂതിയാണ് കേട്ടോ. ഇവിടെ ഞാനോ ഞങ്ങളോ ആദ്യമായിട്ട് നേരിടുന്നതല്ല. നല്ലോണം ചിരിക്കുന്നില്ലേ? ചിരിക്കുന്നവർ നല്ലോണം മനസ്സിലായിക്കോ. നിങ്ങളെല്ലാം പിന്താങ്ങിക്കൊണ്ടിരിക്കുന്ന വലതുപക്ഷ മാധ്യമങ്ങള് പൊത്തിക്കേറി വലിച്ചു നടക്കുകയായിരുന്നു. അന്നൊന്നും നമ്മളൊക്കെ നടന്നു പോയിട്ടില്ല കേട്ടോ. അതിനെല്ലാം നേരിട്ടുകൊണ്ട് ഞാൻ ഇവിടെ നിൽക്കുന്നത്. എന്നെയോ ഞങ്ങളെയോ ഈ സ്ഥാനത്ത് പാടില്ല എന്ന് ഞങ്ങളെ പാർട്ടിയിൽ എവിടെയും ആലോചിച്ചിട്ടില്ല. അതെല്ലാം ഈ നാട്ടിലെ വലതുപക്ഷ മാധ്യമങ്ങളുടെ സൃഷ്ടിയാണ്. അത് കേട്ടിട്ടില്ല ഇപ്പൊ CPM തകരാൻ പോകുന്നതെന്ന് വിചാരിച്ച് നിങ്ങൾ വല്ലാതെ യോജിച്ച് നിൽക്കണ്ട കേട്ടോ. ഇന്നലെ സഖാവ് നിയമസഭയിൽ തീപന്തമായി മാറിയത് കാരണം 102 എണ്ണത്തിന് ഒരൊറ്റ പിണറായി മതി, എല്ലാറ്റിനും വായടപ്പ കൊടുത്ത്. സഖാവ് പറഞ്ഞത് ശരിയല്ലേ? മുമ്പ് കോഴിക്കോട് വടകരക്കടുത്ത് ഒരാൾ കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ചർച്ച, അന്നത്തെ ചർച്ചകൾ എടുത്തൊന്ന് പരിശോധിച്ച് നോക്കിയേ, ഒന്ന് ഓർമ്മിച്ച് നോക്കിയാട്ടെ. അന്നത്തെ ആഭ്യന്തരമന്ത്രി ഇന്നത്തെ സ്പീക്കറാ തിരുവഞ്ചൂര് രാധാകൃഷ്ണൻ. അന്ന് ഈ പാർട്ടിയെ, സഖാവ് പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന പാർട്ടിയെ കൊത്തിവലിക്കാൻ ബാക്കിയെന്ന് കൊണ്ടുവരാ അന്ന് കരുതിയെന്ന ഈ പാർട്ടിയുടെ ആയിന്. ഈ പാർട്ടിന്റെ നിലനിൽപ്പൂടെ കഴിഞ്ഞിന് എന്നല്ലേ പറഞ്ഞിന്. എന്നിട്ട് എന്തായി? 2 വട്ടം കൂടെ കേരളം ഭരിച്ച്. ഇപ്പം പ്രതിപക്ഷത്തായിക്കോട്ട്, എന്നാലും അടുത്ത കാലങ്ങളിൽ വീണ്ടും ശക്തമായിട്ട് മുന്നേറും. അത് തന്നെയാണ് ഇന്നലെ നിയമസഭയിൽ സഖാവ് ഓർമ്മിപ്പിച്ചത്.